നോർവേയിൽ ഞങ്ങളിത് 3-ാം ദിവസമാണ്. ഇവിടെ എവിടെ കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. ഉയർന്ന പർവ്വത ശിഖരങ്ങൾ, അതിശയിപ്പിക്കുന്ന നീല ജലാശയങ്ങൾ, സമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ, നോക്കത്താ ദൂരത്തോളം മഞ്ഞു നിറഞ്ഞ പീഠഭൂമികൾ. അങ്ങനെ നോർവേ പ്രകൃതി ദൃശ്യങ്ങളുടെ അത്ഭുത കലവറയാണ്. നോർവേ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണെങ്കിലും അവർ യൂറോ ഉപയോഗിക്കുന്നില്ല. നോർവീജിയൻ ക്രോൺ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും മിക്കവാറും കറൻസി രഹിതമാണ്. ഓൺലൈൻ ഇടപാടാണ് കൂടുതലും. പ്രതിശീർഷ GDPയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ പട്ടികയിലാണ് നോർവേ. പ്രതിശീർഷ വരുമാനം യൂറോപ്യൻ യൂണിയന്റെ ശരാശരിയേക്കാൾ വളരെ കൂടുതലും. നോർഡിക് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുമാണ് നോർവേ. നോർവേയിൽ ഗീലോ എന്ന സ്ഥലത്തുള്ള ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് രാവിലെ വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാണ് ഫ്ലാമിലേക്ക് വന്നത്. പരമ്പരാഗത ഭക്ഷണങ്ങളിൽ ആ രാജ്യത്തിന്റെ ദേശീയ വിഭവമായ മട്ടണും കാബേജും ചേർത്ത സ്റ്റൂ ആയ ഫാരിക്കൽ, മൃദുവായ ഫ്ലാറ്റ് ബ്രെഡായ ലെഫ്സെ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഡംപ്ലിംഗ് ആയ റാസ്പെ ബളർ എന്നിവ ഉൾപ്പെടുന്നു. ബ്രൂണോസ് എന്ന മധുരമുള്ള തവിട്ട് ചീസും ഇവിടെ ജനപ്രിയമാണ്. ഫ്ലാമിൽ നിന്ന് മഞ്ഞുമൂടിയ മിർദാൽ മലമുകളിലേക്കുള്ള ഫ്ലാം റെയിൽവേയിലെ യാത്ര കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫ്ലാമിൽ തന്നെയുള്ള ഫ്യോർഡുകളിലൂടെയുള്ള ഒരു കപ്പൽ യാത്രയ്ക്കാണ് ബുക്ക് ചെയ്തിരുന്നത്. ട്രെയിൻ യാത്ര തുടങ്ങിയ ഫ്ലാം സ്റ്റേഷന് ചേർന്ന് തന്നെയാണ് ഫ്യോർഡുകളിലേക്കുള്ള കപ്പലിന്റെ മറീനയും. മുകളിലെ ഡക്കിൽ കയറുന്നതിന് വശങ്ങളിൽ ചരിഞ്ഞ അക്കോമഡേഷൻ ലാഡർ കപ്പലിന്റെ ഇരുവശത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാലും നല്ല കാഴ്ച ലഭിക്കുമായിരുന്നു. ആഴമുള്ള കടലിടുക്കുകൾ, ആ കടലിൽ ഇറക്കി വച്ചതുപോലെയുള്ള വലിയ മഞ്ഞുമൂടിയ പർവ്വതശിഖരങ്ങൾ, ആ പർവ്വതശിഖരങ്ങളുടെ താഴ്വാരങ്ങളിൽ മനോഹരമായ ഗ്രാമങ്ങൾ, ആ വെള്ളത്തിലൂടെ കയാക്കിംഗ് നടത്തുന്ന ടൂറിസ്റ്റുകൾ, ഇടയ്ക്കിടെ മനോഹരമായ വലിയ വെള്ളച്ചാട്ടങ്ങൾ. ഇങ്ങനെ ഒരു നിമിഷം പോലും സീറ്റിൽ ഉറച്ചിരിക്കാൻ അനുവദിക്കാതെ വൈവിധ്യവും വ്യത്യസ്തതയുമാർന്ന കാഴ്ചയുടെ പരമ്പര തന്നെയായിരുന്നു ആ യാത്ര. തുളച്ചു കയറുന്ന തണുപ്പാണ്. ഒപ്പം കാറ്റും കൂടി ആകുമ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത് ദുഷ്കരമാണ്. എങ്കിലും പുറം കാഴ്ചകൾ കാണാതിരിക്കാനും വയ്യ. കാറ്റ് ഞങ്ങളെ കാലുറപ്പിച്ച് നിൽക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ലെഗ്ഡെ ഫോസൻ വെള്ളച്ചാട്ടമാണ്. മലയുടെ ഉയരത്തിൽ നിന്ന് നേരിട്ട് കടലിൽ പതിക്കുന്ന ഈ മനോഹര വെള്ളച്ചാട്ടം കാണാൻ ബോട്ട് കുറേ നേരം അവിടെ നിർത്തിത്തന്നു. വളരെ ഉയരത്തിൽ നിന്നും മലയിടുക്കുകളിലൂടെ വളഞ്ഞ് പുളഞ്ഞ് തട്ടുതട്ടായി പതിച്ചൊടുവിൽ മരതക ജലത്തിൽ നേരിട്ട് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. ഇത് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. പുരാതന ഹിമാനികൾ കൊത്തിയെടുത്ത നീളമുള്ളതും ആഴമേറിയതും ഇടുങ്ങിയതുമായ ഒരു കടൽ പ്രവേശന കവാടമാണ് ഫ്യോർഡ്. കുത്തനെയുള്ളതും അതിശയകരവുമായ പാറക്കെട്ടുകളും മരതക ജലവും കൊണ്ട് സവിശേഷമായ ഈ ഭൂമിശാസ്ത്ര അത്ഭുതങ്ങൾ നോർവേയുടെ പടിഞ്ഞാറൻ തീരത്ത് എല്ലായിടത്തും കാണപ്പെടുന്നു. ഹിമയുഗങ്ങളിൽ ഭീമാകാരവും സാവധാനത്തിൽ ചലിക്കുന്നതുമായ ഹിമാനികൾ പർവ്വതമുടികളിൽ നിന്ന് താഴേക്ക് പതിച്ചിരുന്നു. ഈ ഹിമക്കൂട്ടങ്ങൾ വളരെ ഭാരമുള്ളതായിരുന്നു. സമുദ്രനിരപ്പിന് വളരെ താഴെയുള്ള പാറകളെ വരെ തകർക്കാൻ അവയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ആഴത്തിലുള്ള യു ആകൃതിയിലുള്ള കിടങ്ങുകൾ രൂപപ്പെട്ടു. ഹിമാനികൾ ഒടുവിൽ ഉരുകിയപ്പോൾ ഈ ആഴമേറിയ താഴ്വരകളിൽ വെള്ളം നിറഞ്ഞു. അതാണ് ഫ്യോർഡുകൾ എന്ന് വിളിക്കുന്ന നാം കാണുന്ന ഈ ശാന്തവും ആഴമേറിയതുമായ ജലാശയങ്ങൾ. പ്രകൃതിയുടെ സ്വന്തം കലാസൃഷ്ടി എന്നാണ് ഫ്യോർഡുകളെ വിശേഷിപ്പിക്കുന്നത്. ഫ്യോർഡുകൾ അവിശ്വസനീയമാം വിധം ആഴമുള്ളതാണ്. നോർവേയിലെ വെസ്റ്റ്ലാൻഡിലെ സോഗ്നെ ഫ്യോർഡിന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ആഴമുണ്ട്. വെള്ളത്തിലേക്ക് നേരിട്ട് പതിക്കുന്ന മനോഹരമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ കാണാം. കടുത്ത മഞ്ഞുകൊണ്ട് നോർവേ മുഴുവൻ മൂടുമ്പോഴും ഫ്യോർഡുകൾ ചൂടുള്ള ഗൾഫ് സ്ട്രീം പ്രവാഹം കാരണം വർഷം മുഴുവൻ ഘനീഭവിക്കാതെ മഞ്ഞുരഹിതമായി തുടരുന്നു എന്നത് മറ്റൊരു അതിശയമാണ്. നോർവേയിൽ ഇത്തരത്തിൽ 1000-ലധികം ഫ്യോർഡുകളുണ്ട്. അവയിൽ പലതും അവിശ്വസനീയമായ പ്രകൃതി സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കൊണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാക്കിയിട്ടുണ്ട്. അതിലൊന്നാണിത്. മരങ്ങളൊക്കെ കടുത്ത മഞ്ഞുകാലത്തിന് തണുപ്പകറ്റാൻ തങ്ങളുടെ ഇലകൾ പൊഴിച്ചു നൽകിയതിനു ശേഷം പുതിയ തളിരിടൽ വസന്തം ആസ്വദിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മലഞ്ചെരുവുകളുടെ ഗ്രാമക്കാഴ്ച അതീവ മനോഹരമാണ്. പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ ചരിഞ്ഞ മേൽക്കൂരയുള്ള മനോഹരമായ വീടുകൾ, പള്ളികൾ, സ്കൂളുകൾ എല്ലാം മനോഹരം.
ഗോഡഞ്ചൻ ഗ്രാമത്തിലുള്ള മറീനയിലാണ് ആ അവിസ്മരണീയമായ കപ്പൽ യാത്ര അവസാനിപ്പിച്ചത്. അവിടെ നിന്നും ഞങ്ങൾ താമസിച്ചിരുന്ന ഗീലോ എന്ന നഗരത്തിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോയത്. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് മികച്ച കാഴ്ച കിട്ടാനായി പുതിയൊരു പാതയിലൂടെയാണ് ഞങ്ങളെ ഗീലോയിലേക്ക് നയിച്ചത്. ബസ് ഡ്രൈവറെ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കാറ്. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഏതാണ്ട് 60 വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഞങ്ങൾ കൊണ്ടുവരുന്ന പെട്ടികൾ കുനിഞ്ഞ് വണ്ടിക്കുള്ളിൽ അടുക്കി വയ്ക്കുന്നതും അതുപോലെ അതെല്ലാം ഭദ്രമായി തിരികെ എടുത്തു തരുന്നതും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. യാതൊരു പരിഭവമില്ലാതെ അദ്ദേഹം തൻ്റെ ജോലി വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ലാർഡൽ റോഡ് ടണൽ വഴിയാണ് അദ്ദേഹം ഇപ്പോൾ ഞങ്ങളെ നയിക്കുന്നത്. 24.5 കിലോമീറ്ററാണ് ടണലിൻ്റെ നീളം. ഇത് E16 ഹൈവേയിലെ ഓർലാൻഡ് ലാർഡൽ മുനിസിപ്പാലിറ്റികളെ ബന്ധിപ്പിക്കുന്നതാണ്. ഇത്രയും നീളമുള്ള തുരങ്കത്തിലൂടെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഏകതാനതയും ഉത്കണ്ഠയും മാറ്റുന്നതിന് ഓരോ 6 കിലോമീറ്റർ ചെല്ലുമ്പോഴും ഗുഹ കൂടുതൽ വിസ്താരത്തിൽ തുരന്ന് ഡ്രൈവർമാർക്ക് വണ്ടി നിർത്താനും ഒതുക്കിയിടാനും ഇറങ്ങാനും കഴിയുന്ന ബ്രേക്ക് ഏരിയകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തുരങ്കത്തിന്റെ ഒത്ത നടുവിലുള്ള വണ്ടി നിർത്തിയിടാനുള്ള പ്രത്യേക ഇടത്തിൽ വണ്ടി നിർത്തി ഞങ്ങളെ ക്യാപ്റ്റൻ ഇറങ്ങാൻ അനുവദിച്ചു. റോഡ് നിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ പൊക്കമുള്ള പർവ്വതത്തിന്റെ കൊടിമുടികൾക്കുള്ളിലായി അതിന്റെ ഒത്ത നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. രണ്ടറ്റത്തും വെളിച്ചത്തിന്റെ ഒരു ബിന്ദുവിൽ അവസാനിക്കുന്ന തുരങ്കങ്ങൾ, വലിയ മുഴക്കത്തോടെ കടന്നു വരുന്ന വാഹനങ്ങൾ. സാധാരണ ഒരിടത്തും ഇങ്ങനെ വണ്ടിയിൽ നിന്ന് തുരങ്കത്തിന് നടുവിൽ ഇറങ്ങി നിൽക്കാനുള്ള സജ്ജീകരണം ചെയ്യാറില്ല. വായുവിൽ നിന്ന് പൊടിയും നൈട്രജൻ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ നീക്കം ചെയ്യുന്ന ഒരു വലിയ എയർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സജ്ജീകരിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തുരങ്കമാണിത്. അതുകൊണ്ട് തന്നെ ശുദ്ധവായു ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും അവിടെ തോന്നിയില്ല. ഇത്തരം നീണ്ട തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവർമാർക്കുണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ് ബ്ലാക്ക് ഹോൾ സിൻഡ്രോം. അതൊഴിവാക്കാനായി പ്രധാന ടണൽ മുഴുവൻ വെളുത്ത വെളിച്ചം ഉപയോഗിച്ചിരിക്കുന്നതും നീലയും മഞ്ഞയും വെളിച്ചം കൊണ്ട് സജ്ജീകരിച്ച് ഗുഹയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള ബ്രേക്ക് ഏരിയകൾ നിർമ്മിച്ചിട്ടുള്ളതും. നമ്മുടെ രാജ്യത്തും പുതുതായി നിർമ്മിച്ച ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലും അടൽ ടണലും സമാനമായ ചില അടിയന്തര സ്റ്റോപ്പിംഗ് ഏരിയകളും വെളുത്ത LED ലൈറ്റ് സംവിധാനവും വായു ശുദ്ധീകരണ സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. തുരങ്കത്തിന് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് ഇറങ്ങുകയായി. ഇടയ്ക്കിടെ ചെറുതല്ലാത്ത നിരവധി തുരങ്കങ്ങൾ കടന്നുപോയി. ഇത് ബോർഗണ്ട് തുരങ്കമാണ്. അത് കഴിഞ്ഞതോടെ വീണ്ടും മഞ്ഞണിഞ്ഞ മലനിരകളിലൂടെയായി യാത്ര. അവിടെ നിരത്തു മുഴുവൻ മഞ്ഞ് പരന്നൊഴുകി നടക്കുകയാണ്. ഒരു പുഴ കരകവിഞ്ഞൊഴുകുന്നത് പോലെ അത് കാറ്റിനൊത്ത് പറന്നു നടക്കുന്നു. മഞ്ഞുവീഴ്ചയൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. ക്യാപ്റ്റൻ വളരെ സാവകാശമാണ് വണ്ടി ഓടിച്ചത്. അല്ലെങ്കിൽ വണ്ടി റോഡിൽ നിന്ന് തെന്നിപ്പോകും. വശങ്ങളിൽ തുടർച്ചയായി റിഫ്ലക്ടറുകൾ ഘടിപ്പിച്ച നീളമുള്ള കമ്പികൾ നിർത്തിയിട്ടുണ്ട്. റോഡിന്റെ അതിരുകൾ അതിലെ കോടമഞ്ഞ് കാരണം മനസ്സിലാവാതെ അപകടമുണ്ടാവാതിരിക്കാനാണിത്. ഇടയ്ക്ക് ആ മഞ്ഞ് പെയ്ത്തിലേക്ക് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു അത്. ആ കൊടുംതണുപ്പിൽ അധിക നേരം നിൽക്കാനാവില്ല എങ്കിലും അതിരില്ലാത്ത ആ മഞ്ഞിന്റെ വിഹാരഭൂമിയിൽ മഴ പോലെ പെയ്യുന്ന മഞ്ഞിൽ കുളിച്ച് നിൽക്കാൻ കഴിഞ്ഞത് വിവരിക്കാവുന്നതിനും അപ്പുറമായൊരു അനുഭവമായിരുന്നു. കാശ്മീരിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ സമാനമായ കാഴ്ചകൾ ഉണ്ടെങ്കിലും ഇത്രയും ഒരു മഞ്ഞിന്റെ അത്ഭുത ലോകം വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ആ മഞ്ഞുകൂനകൾക്ക് മുകളിൽ നിർമ്മിച്ചതുപോലെ കുറേ വീടുകളും. ഈ സമയത്ത് അവിടെ പകൽ കൂടുതലായതുകൊണ്ട് ഹോട്ടലിലെത്താൻ എത്ര താമസിച്ചാലും സന്ധ്യയാകുന്ന പ്രശ്നമില്ല. രാത്രി 9 മണിക്കും അവിടെ സൂര്യവെളിച്ചമുണ്ട്. 9 മണിയോടെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് തന്നെ മടങ്ങിയെത്തി. നാളെ അടുത്ത രാജ്യത്തിലേക്കാണ് യാത്ര, ഡെൻമാർക്കിലേക്ക്. അത് നോർത്ത് സീയിലൂടെയുള്ള മറ്റൊരു കപ്പൽ യാത്രയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.